കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ സംഭവവികാസങ്ങളിൽ വൈസ് ചാൻസലർ ഗവർണർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. സെനറ്റ് യോഗത്തിൽ വിസിയെ മാറ്റി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചതടക്കം ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട്. വിസിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് രാജ്ഭവന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. കേരള സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിൽ അധ്യക്ഷയാവുന്നത്. മന്ത്രി നിയന്ത്രിച്ച യോഗത്തിൽ വിസി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടെന്ന് തീരുമാനിച്ച് ഗവർണറുടെ നിർദ്ദേശം തള്ളി. ഇതടക്കം സെനറ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് താൽക്കാലിക വിസി മോഹനൻ കുന്നുമേൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുക. സർവകലാശാല നിയമത്തിലെ 9-ാം വകുപ്പനുസരിച്ച് അധ്യക്ഷത വഹിക്കാനുള്ള അധികാരമുണ്ടായിട്ടും തന്റെ അധ്യക്ഷതയിൽ യോഗം ചേരാൻ അനുവദിച്ചില്ല. പകരം മന്ത്രി അധ്യക്ഷത വഹിച്ചു. സെനറ്റ് അംഗീകരിച്ച പ്രമേയത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവയ്ക്കാൻ തന്നോട് മന്ത്രി ആവശ്യപ്പെട്ടുവെന്നടക്കം ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട്. ചാൻസലറുടെ അറിവോ സമ്മതമോ കൂടാതെ പ്രോ ചാൻസലർ ചാൻസലറുടെ അധികാരം ഉപയോഗിക്കാൻ പാടില്ലെന്ന് സർവകലാശാല നിയമത്തിൽ പറയുന്നതും റിപ്പോർട്ടിൽ പരാമർശിക്കാനിടയുണ്ട്. സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിപക്ഷാംഗങ്ങളിൽ നിന്ന് 2 മുൻ വിസിമാരുടെ പേരുകൾ നിർദ്ദേശിച്ച കാര്യവും അറിയിക്കും. അതേസമയം സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ച പ്രതിനിധിയുടെ പേര് ചാൻസലർക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ വിസിക്ക് കത്ത് നൽകി. ആരോഗ്യ സർവകലാശാല മുൻ വൈസ് ചാൻസലർ MCK നായരുടെ പേരാണ് ഗവർണറുടെ നോമിനികൾ നിർദ്ദേശിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.